ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുൾ റഹീമിനെ കുറിച്ചാണ്. എന്നാൽ അബ്ദുൾ റഹീം ആരാണ്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അറിഞ്ഞുകൂടാത്തവരാണ് നമ്മളിൽ പലരും. ഒരു അറബി കുടുംബത്തിലേക്ക് ഡ്രൈവറിന്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബ്ദുൾ റഹീം സൗദി അറേബ്യയിലേക്ക് എത്തുന്നത്. അബ്ദുൾ റഹീം ജോലി ചെയ്തിരുന്ന വീട്ടിലെ കുട്ടിയായിരുന്നു 15 വയസ്സ് പ്രായമുള്ള അനസ് അൽ ഷഹർ. കഴുത്തിന് താഴേക്ക് തളർന്നുപോയ അനസ് അതിജീവനത്തിനായി ഒരു ബാഹ്യ ലൈഫ് സപ്പോർട്ട് മെക്കാനിക്കൽ ഉപകരണത്തെയും ശ്വസന ട്യൂബിനെയും പൂർണ്ണമായും ആശ്രയിച്ചിരുന്നു. 2006 അനസിന്റെ കുടുംബത്തിന്റെ ഡ്രൈവറായും ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള അനസിന്റെ പരിചരണത്തിന് കെയർ ടേക്കറുമായി സേവനമനുഷ്ഠിക്കാൻ സൗദി അറേബ്യയിൽ എത്തിയതാണ് അബ്ദുൾ റഹീം. ഒരു മാസത്തിനുള്ളിൽ അബ്ദുൾ റഹീം കുട്ടിയുമായുള്ള ഒരു കാർ യാത്രയ്ക്കിടെ അനസ് പെട്ടെന്ന് അസ്വസ്ഥനാവുകയും റഹീമിന്റെ കൈ ഇടിച്ച് അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ശ്വസന ട്യൂബ് വേർപെട്ട് അനസ് ബോധം നഷ്ടപ്പെടുകയും ദാരുണമായി മരിക്കുകയും ചെയ്തു. സൗദി അധികൃതർ കേസ് കൊലപാതകമായി കണക്കാക്കി റഹീമിന് വധശിക്ഷ വിധിച്ചു. കുട്ടിയുടെ പിതാവും അബ്ദുൾ റഹീമിന്റെ ഔദ്യോഗിക വിസ സ്പോൺസറുമായിരുന്ന ഫായിസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ നിയമപരമായ കേസും പ്രാഥമിക മാപ്പ് ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്തരിച്ചു. വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും വധശിക്ഷയ്ക്കും ശേഷം കുട്ടിയുടെ പിതാവിൻ്റെ മരണവും മകന്റെ വേർപാടിൽ മാനസികമായി തളർന്നുപോയ മാതാവിൻ്റെ അവസ്ഥ അൽ ഷഹ്രി കുടുംബത്തിലെ ബാക്കിയുള്ള അംഗങ്ങൾ ഇസ്ലാമിക നിയമപ്രകാരം റഹീമിന് മാപ്പ് നൽകാൻ നിയമപരമായി സമ്മതിച്ചു. അവർ 15 ദശലക്ഷം സൗദി റിയാലിൻ്റെ, അതായത് ഏകദേശം 34.35 കോടി അല്ലെങ്കിൽ 4 ദശലക്ഷം US$ സാമ്പത്തിക ഒത്തുതീർപ്പ് അംഗീകരിച്ചു. ഇത് കേരളത്തിലെ ജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വലിയ ആഗോള ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിനിലൂടെ വിജയകരമായി സമാഹരിച്ചു. പണമടച്ചതിനെ തുടർന്ന് സൗദി ജുഡീഷ്യറി റഹീമിന്റെ വധശിക്ഷ ഔദ്യോഗികമായി റദ്ദാക്കി. അദ്ദേഹം തന്റെ ശേഷിച്ച പൊതുഅവകാശ ജയിൽ ശിക്ഷ പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഈ സംഭവത്തിൽ അബ്ദുൾ റഹീമിന്റെ വാദം ഇങ്ങനെയാണ്: താൻ കുട്ടിയുമായി കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ട്രാഫിക് സിഗ്നലിൽ വെച്ച് വണ്ടി നിൽക്കവേ വണ്ടി മുന്നോട്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടി പെട്ടെന്ന് പ്രകോപിതനാവുകയും കുട്ടി തന്നെ തുപ്പുകയും തലയ്ക്കടിക്കുകയും ചെയ്തപ്പോൾ തടയാൻ ശ്രമിച്ച തൻ്റെ കൈ അബദ്ധവശാൽ കുട്ടിയുടെ കഴുത്തിൽ തട്ടി കുട്ടിയുടെ കഴുത്തിലെ ഉപകരണം വേർപെട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ്. കുട്ടിക്ക് സുഖമില്ലാതെയിരുന്നു എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും അബ്ദുൾ റഹീം ഇവിടെ പറയുന്നുണ്ട്. തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ പറഞ്ഞതാണെങ്കിലും അബ്ദുൾ റഹീമിൻ്റെ വാക്കുകളിൽ ചില തെറ്റുകളുണ്ട്. ട്രക്കിയോസ്റ്റമി ട്യൂബ് പോലെയുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും റഹീം പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നിന്ന് തന്നെ ശക്തമായി അടിക്കുവാൻ സാധിക്കുകയില്ല. മെഡിക്കൽ ഡിവൈസ് ഘടിപ്പിച്ചിട്ടുള്ള ഒരാൾക്ക് റഹീം പറഞ്ഞതുപോലെ ഉത്തമമായി തുപ്പുവാൻ സാധിക്കുകയില്ല. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത കൊണ്ടോ ശ്വാസതടസ്സം നേരിട്ടതുകൊണ്ടോ വെപ്രാളം കാണിക്കുകയോ കുട്ടി ചുമയ്ക്കുകയോ വായിൽ നിന്നും സ്രവം പുറത്തേക്ക് വരികയോ ചെയ്തതിന് റഹീം തുപ്പിയതായി തെറ്റിദ്ധരിച്ചതാകാം. കുട്ടിക്ക് സുഖമില്ലാതെയിരുന്നു എന്ന കാര്യം റഹീമിന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ രോഗമുള്ള ഒരു കുട്ടിയെ കുട്ടിയുടെ രോഗാവസ്ഥ അറിയിക്കാതെ ഡ്രൈവറിനൊപ്പം വീട്ടുകാർ വിട്ടു എന്നുള്ളത് തീർത്തും അവിശ്വസനീയമായ കാര്യമാണ്. ട്രക്കിയോസ്റ്റമി ട്യൂബ് പോലെയുള്ള ഒരു ഉപകരണം ശരീരത്തിൽ ഉള്ള ഒരു വ്യക്തിയെ കണ്ടാൽ അവരുടെ രോഗാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. ഒരു മാസം ആ വീട്ടിൽ നിന്നിട്ടും ആ കുട്ടി ഒരു രോഗിയാണെന്ന് താൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്രമാത്രം തെറ്റ് തന്നെയാണ്. തുപ്പിയത് തടയാൻ ശ്രമിച്ചപ്പോൾ കൈ തട്ടി ട്യൂബ് വേർപെട്ട് പോയി എന്നുള്ളത് തീർത്തും തെറ്റായ ഒരു പ്രസ്താവന തന്നെയാണ്. കാരണം തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഉയർത്തുന്ന കൈ കുട്ടിയുടെ കഴുത്തിൽ ശക്തമായി തട്ടുകയില്ല. പതുക്കെയാണ് തട്ടിയതെങ്കിൽ ആ ട്യൂബ് വേർപെട്ട് പോവുകയുമില്ല. ഒരു പക്ഷേ 35 കോടി രൂപ കൊടുത്ത് തന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന ആൾക്കാരുടെ മുന്നിൽ താൻ നിരപരാധിയാണ് എന്ന് കാണിക്കാൻ അബ്ദുൾ റഹീം പറയുന്നതാകാം ഇതെല്ലാം. പക്ഷേ ട്രാഫിക് സിഗ്നലിൽ ശ്രദ്ധയോടെ നിൽക്കുമ്പോൾ കുട്ടിയിൽ നിന്നും പെട്ടെന്ന് കണ്ട പ്രകോപനവും തൻ്റെ ശരീരത്തേക്ക് തുപ്പൽ വീണപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യവും പ്രായത്തിൻ്റെ എടുത്തുചാട്ടവും ക്ഷമിക്കാനുള്ള മനസ്സില്ലായ്മയും അത് ആ കുട്ടിയുടെ രോഗാവസ്ഥ മൂലമാണ് ആ കുട്ടി അങ്ങനെ പെരുമാറുന്നത് എന്ന് പോലും ചിന്തിക്കാൻ കഴിയാതെ തന്നിലുണ്ടായ പ്രകോപനം തന്നെയാണ് ആ കുട്ടിയുടെ മരണകാരണമെന്ന് അബ്ദുൾ റഹീം മനസാക്ഷിയുടെയും ദൈവത്തിൻ്റെയും കോടതിയിൽ 1000 തവണ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടാകും. കാരണം അതാണ് സത്യം. ഇനി ജനങ്ങളോട്, നിങ്ങൾ ഈ കാണുന്നത് അബ്ദുൾ റഹീം എന്ന വ്യക്തിയുടെ 20 വർഷത്തെ ജയിൽ ജീവിതവും റഹീമിൻ്റെ ഉമ്മയുടെ കാത്തിരിപ്പും കണ്ണുനീരും മാത്രമാണ്. പക്ഷേ മറുവശത്ത് തന്നെ പരിചരിക്കും സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ച് അബ്ദുൾ റഹീമിൻ്റെ കൂടെ പുറപ്പെട്ടിട്ടും തൻ്റെ രോഗാവസ്ഥ പോലും മനസ്സിലാക്കാതെ ആ കൈകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന നിസ്സഹായനായ ഒരു കുട്ടിയുടെ ആത്മാവിൻ്റെ വേദനയുണ്ട്. തൻ്റെ പൊന്നുമകനെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ച് താൻ ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ച കൈകൾ കൊണ്ട് തന്നെ ആ മകൻ്റെ ജീവൻ പോയപ്പോൾ ആ മകനെ ഓർത്ത് നീറി അന്തരിച്ച ഒരു പിതാവിൻ്റെ കണ്ണുനീരുണ്ട്. തൻ്റെ പൊന്നുമകൻ്റെ വേർപാടിൽ മനസ്സും ശരീരവും തളർന്ന് നിരാലംബയായ ഒരു ഉമ്മയുടെ തോരാത്ത കണ്ണുനീരുണ്ട്. അവർ ഇന്നും ആ മകനെ ഓർത്ത് കരയുമ്പോൾ ആ മകൻ്റെ മരണത്തിന് കാരണക്കാരനായ ഒരാളെ ഒരു കൂട്ടം മനുഷ്യർ വാഴ്ത്തിപ്പാടുകയും എന്തോ മഹത് കർമ്മം ചെയ്ത പോലെ പ്രശംസിക്കുകയും ചെയ്യുമ്പോൾ ഒന്നോർക്കുക, അറിവില്ലായ്മയോ അബദ്ധമോ എന്തുകൊണ്ടാണെങ്കിലും
എങ്കിൽ പോലും തൻ്റെ കൈകളിലേക്ക് വിശ്വസിച്ചേൽപ്പിച്ച സുഖമില്ലാത്ത ഒരു കുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കിയതാണ് അദ്ദേഹം ചെയ്ത ആ മഹത് കർമ്മം. എന്തായാലും എല്ലാം സംഭവിച്ചു പോയി, എല്ലാം കഴിഞ്ഞു. ആ കുടുംബത്തിൻ്റെ കാരുണ്യവും ജനങ്ങളുടെ സഹായം കൊണ്ട് ഇന്ന് അബ്ദുൾ റഹീമിന് അദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു കിട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ ശവം തിന്നാൻ കാത്തു നിൽക്കുന്ന വാർത്താ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ രോഗികൾക്കും ചെവി കൊടുത്ത് അവർ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് നിന്നുകൊടുക്കാതെ, എല്ലാം മറന്ന്, ആരെയും ഒന്നും ബോധിപ്പിക്കാതെ ദൈവത്തോടും ആ കുടുംബത്തോടും മാപ്പ് പറഞ്ഞ് സ്വസ്ഥമായി ഇനിയുള്ള ജീവിതം ജീവിക്കുക. ഇനിയും ഇതിനെക്കുറിച്ച് പറയുവാനോ ചർച്ച ചെയ്യുവാനോ നിൽക്കാതെ ഇരിക്കുക.